എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജസ്റ്റ് ഒരു വാട്ടൈറ്റ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അതിനൊരു 4 ഇഡ്ഡലിയും പിന്നെ കാപ്പിയും കുടിച്ചിട്ടുണ്ട്. ഇന്നൊന്ന് വിസിറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നേരത്തെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഞാനും സരീഷും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കസ്റ്റമറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലമാണെങ്കിൽ നല്ല വൈബായിരുന്നു കേട്ടോ. കോറിയും കുന്നും മലയൊക്കെ ആയിരുന്നു. സംഭവം താഴത്തേക്ക് പോയാൽ പിന്നെ പൊടി പോലും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അടുത്ത് പോയിട്ടില്ല. ദൂരെ നിന്നിട്ടുള്ള ഒരു നോട്ടം അത് മതിയെന്ന് വിചാരിച്ചു. സരീഷിനാണെങ്കിൽ ചാടാൻ തോന്നുന്നുണ്ടെന്നാണ് പറയണത്. പിന്നെ വരുന്ന വഴിക്ക് റോട്ടിൽ നിന്ന് ചെറിയ പാമ്പിന്റെ കുട്ടീനെ കണ്ടിട്ടോ. എന്ത് പാമ്പാന്ന് അറിയില്ല. ആള് റോട്ടിൽ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു. ഇത് ഏത് പാമ്പാന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. വണ്ടി കയറണ്ടെന്ന് വെച്ചിട്ട് റോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിനെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയിട്ടോ. സമൂസയും ചായയും കഴിച്ചേ. സരീഷാണ് ഈ മരത്തിന്റെ ചില്ലകൾ ഓടിക്കുന്ന പോലെ സമൂസേനെ ഓടിച്ചോണ്ടിരിക്കുന്നുണ്ടാ. പിന്നെ ഹോർലിക്സും സരീഷിന് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമൂസ നൈസായിട്ട് പാളിയോണ്ട് തന്നെ ഒരു ഉണ്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതും പാളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വടക്കാഞ്ചേരി ഏരിയയിൽ നിന്ന് വർക്ക്. ഉച്ചയാകുമ്പോ ഞങ്ങൾ ബിരിയാണി ഒന്ന് കഴിക്കാൻ കയറി. സാറുമാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ബിരിയാണി നല്ലപോലെ പാളിയുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, മൊത്തത്തിൽ പാളലാണ്. അവസാനം ഒരു മിന്റ് ലൈമും കുടിച്ചിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോ സൂര്യ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 2-3 കഷ്ണം മാങ്ങ എടുത്ത് അപ്പോഴേക്കും തേജു സ്കൂൾ വിട്ട് വന്നുട്ടോ. പിന്നെ അമ്മയും മോനും പാടെ എന്തൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. വന്ന പാടെ തേജുവിന്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പൊ തേജു ഓറിയോന്റെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തേജുവിന് കൊതിയാവുണ്ടെന്ന് വെച്ചിട്ട് അതിനൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ വായിലിട്ടിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും നമ്മുടെ ജിഷ്ണു ആണ്. അവനാണ് ഈ പറഞ്ഞിരുന്നു മിനിഷേട്ടന്റെ വീഡിയോയിൽ ഇന്നെ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ അത് ആദ്യമായിട്ടാണ് ജിഷ്ണുവിന്റെ വീഡിയോയിൽ എടുക്കുന്നത്. ജിഷ്ണു വന്നത് അറിഞ്ഞിട്ട് സൂര്യ പഴംപൊരി പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാരും പാടെ ഞങ്ങൾ ഇരുന്ന് കഴിക്കാം. ജിഷ്ണുവിനാണെങ്കിൽ ഞാൻ ട്രോളി കൊണ്ടിരിക്കണേ. അപ്പൊ അവന് കഴിക്കാനൊരു മടി. അതാണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ആള്. ഞങ്ങളാണെങ്കിൽ യൂട്യൂബിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ കുഡൂസ് മീഡിയ പറഞ്ഞ ടീമിന്റെ കേട്ടോ. അടിപൊളിയാണ് ഇവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ പ്ലേറ്റിലുണ്ടായി മൊത്തം പഴംപൊരിയും കഴിച്ചിട്ട് ജിഷ്ണു ഒരു കൂസലില്ലാണ്ട് പോവാണ്. തേജുവിന്റെ പിള്ളേർ സെറ്റ് പിന്നെ വന്നിട്ടുണ്ട്. മിച്ചു നിവേദൊക്കെ അവര് പിന്നെ കളിക്കാൻ പോയി. സന്ധ്യ നേരത്ത് കുളിയും കഴിഞ്ഞ് വിളക്കൊളുത്തി കാണിച്ചിരിക്കുന്ന നേരത്തെ രാഹുലും ശ്രുതിയും സച്ചുട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് 2 വിശേഷമുള്ള ദിവസമാണ്. ഒന്ന് സച്ചുവിന്റെ ബർത്ത്ഡേ, അതുപോലെ തന്നെ ശ്രുതിയും രാഹുലും പാടെ ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അളിയനെ ഓൾറെഡി ബൈക്ക് ഉണ്ട്. അപ്പൊ അത് അനിയത്തിക്ക് വേണ്ടി എടുത്താട്ടോ സ്കൂട്ടി. ഇവരൊന്ന് വരും വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പൊ എല്ലാവരും സച്ചുവിന് ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചേരം സംസാരിച്ചു കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ നാളെ തൃശ്ശൂർ ജോബിനും പോകണം. രാഹുലിന് വർക്കുണ്ട് നാളെ. അനിയത്തിക്കാണെങ്കിൽ എന്നും ലീവില്ല കേട്ടോ. ആള് ബ്യൂട്ടീഷ്യൻ ആണ്. തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത്. അപ്പൊ സൺഡേ ദിവസമൊക്കെ ഇടയ്ക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എപ്പോഴും വരാറില്ല. ഒഴിവ് ദിവസങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. എന്തായാലും അവരെടുത്ത പുതിയ വണ്ടി അടിപൊളിയായിട്ടുണ്ട്. യമഹ പറഞ്ഞ കമ്പനിയുടെ റെസഡാർ പറഞ്ഞ മോഡലാട്ടോ വണ്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി ഇട്ടാ. എന്തായാലും നമ്മുടെ ചെറിയ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓരോ അച്ചീവ്മെന്റുകളൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. അത് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ അതിലേറെ സന്തോഷമായിട്ടാ. അങ്ങനെ കുറെ നേരം സംസാരിച്ചതിന് ശേഷം ടാറ്റയും പറഞ്ഞ് അവര് പോയതിന് ശേഷം ഗേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടോ. പിന്നെ മിഠായും പായസം കേക്കൊക്കെ ആയിട്ടാണ് അവര് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് പായസം ഞാനും സൂര്യയും കുടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഇന്നത്തെ ചെറിയ വാട്ടൈറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.